Hi guys, Assalamualaikum. Welcome back to JIYAS Spice Diary. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് ചിക്കൻ മന്തി ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ആദ്യം 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജീരകം ചതച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. അത് ചെറുതായി പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഉപ്പിന് പകരമായിട്ടാണ് നമ്മൾ ഈ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ റെഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള റൈസിന് വേണ്ടി ഞാനിപ്പോൾ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് 1 മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇത് 1 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ അരിക്ക് വേണ്ടിയുള്ള വെള്ളം തിളപ്പിക്കാം. അതിനായിട്ട് ഞാനിതിലേക്ക് 2 ഉണക്കനാരങ്ങ, 2 സിനമൺ സ്റ്റിക്ക്, കുറച്ച് ക്ലോവ്സ്, പിന്നെ 2 കാർഡമൺ ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടാണ് ഇടേണ്ടത്. ഇതിൻ്റെ മേലെ ഞങ്ങൾക്ക് കുറച്ച് പച്ചമുളക് പിന്നെ കുത്തി വെച്ച് കൊടുക്കാം. നമുക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ആ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒഴിക്കുന്നത്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്കൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് കണലിട്ട് കൊടുക്കാം. ചാരക്കോളുണ്ടെങ്കിൽ അത് ഇടാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അപ്പോൾ തന്നെ നമുക്കിത് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു
ഒരു മന്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ഉടനെ ഒരു ബെല്ലൈക്കൻ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.